ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയിട്ടുള്ള CUT UG PG UGC നെറ്റ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണം. നമുക്കറിയാം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും കൃത്യമായിട്ടുള്ള പരിശീലനവും അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ CUT UG PG UGC നെറ്റ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ലേണിംഗ് ആപ്ലിക്കേഷനാണ് പെപ്പ് ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പെപ്പ് ലേണിംഗ് ആപ്പ് വഴി നിങ്ങൾക്ക് ഇത്തരം കോഴ്സുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക, എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം നിങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെപ്പ് ലേണിംഗ് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെപ്പ് ലേണിംഗ് ആപ്പിൻ്റെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾക്ക് പോവുക. അതിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വ്യൂ ആണ്. മൊബൈൽ ഫോണിൽ നിങ്ങൾ വെബ്സൈറ്റ് വഴി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വ്യൂ ആണ്. അതിൽ നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽസ് കാണാം. കോഴ്സസ്, ഡൗൺലോഡ് ആപ്പ്, പെപ്പ് ഗൈഡ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ്, അലുമിനീസിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുത്തായിട്ട് കാണാം. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കിട്ടും. ആപ്പ് സ്ക്രീൻ പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ സ്ക്രീനിൽ കാണിക്കാൻ കഴിയില്ല. നമുക്ക് എങ്ങനെ വെബ്സൈറ്റ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അത് കാണാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റൈറ്റ് കോർണറിൽ നിങ്ങൾക്ക് കാണാം 3 ഡോട്ട്. അതിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് പോകും. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം, സൈനപ്പ് അതുപോലെ തന്നെ സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഇമെയിൽ ID യും അതുപോലെ തന്നെ പാസ്വേഡുമാണ് കൊടുക്കേണ്ടത്. പാസ്വേഡും ഇമെയിൽ ID യും കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് വരിക ഒരു ഇമെയിൽ ID വെരിഫിക്കേഷനാണ് വരിക. അപ്പോൾ നിങ്ങളുടെ മെയിൽ ID യിലേക്ക് നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇമെയിൽ ID യിൽ വന്നിട്ടുള്ള വെരിഫിക്കേഷൻ കോഡ്, എനിക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഞാൻ അവിടെ അടിച്ചു കൊടുക്കുകയാണ്, 566128. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാനായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP ആയിട്ട് ഒരു നമ്പർ, ഒരു 6 ഡിജിറ്റ് നമ്പർ ലഭിക്കുന്നതാണ്. അതോടെ വന്നു 937643. അത് കൊടുത്തു, ഞാൻ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം, നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണ് എന്ന് ചോദിക്കും, ആ സ്റ്റേറ്റ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം പ്ലേസ് ചോദിക്കും, പ്ലേസ് കൊടുത്തു, സേവ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയും ആയ സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും ഡാറ്റയും ഒക്കെ സേവ് ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാഷ്ബോർഡാണ് നിങ്ങൾക്ക് കാണുന്നത്. ആപ്ലിക്കേഷനിലും ഇതുപോലെയുള്ള ഡാഷ്ബോർഡാണ് നിങ്ങൾക്ക് കാണുക. അത് നിങ്ങൾക്ക് വ്യത്യസ്ത കാറ്റഗറീസ് നിങ്ങൾക്ക് കാണാം. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറീസ്, UGC നെറ്റിൻ്റെ ഫ്രീ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ഒരു കാറ്റഗറി ഉണ്ട്, CUT UGയുടെ കാറ്റഗറി ഉണ്ട്, CUT PG കാറ്റഗറി ഉണ്ട്, ടിസിനുള്ള കാറ്റഗറി ഉണ്ട്, നെറ്റ് MPhil ഗേറ്റ് പ്രിപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾക്കുള്ള കാറ്റഗറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ മുകളിൽ സൈഡിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ നോക്കുന്ന സമയത്ത് റൈറ്റ് കോർണർ സൈഡിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് മോഡിലാണുള്ളത്. നിങ്ങൾക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാം. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരും. പിന്നെ നിങ്ങളെ എൻറോൾമെൻറ്റ്സ് ഏതൊക്കെയാണോ അതിൽ എൻറോൾമെൻറ്റ്, ഞാൻ ഏതൊക്കെ കോഴ്സാണ് എൻറോൾ ചെയ്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് വരും.
പിന്നെ നിങ്ങൾക്ക് സ്റ്റോർ എന്നുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് കാണാം. എത്രയൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോരോ ടെസ്റ്റുകൾ, എത്ര ലെസൺസ് അതിലുണ്ട്. PEPP പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള കോഴ്സ് ഉണ്ട്, CUT UG സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, CUT UG കോഴ്സുകൾ, ഓരോ കോഴ്സുകൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി CUT UGയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ മുഴുവൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. MA സൈക്കോളജി, PG, MSW തുടങ്ങിയിട്ടുള്ള കോഴ്സ് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോറിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓരോരോ കോംബോ പാക്സ്, നേരത്തെ പറഞ്ഞ പോലെയുള്ള കോംബോ പാക്സ് കാണാം. CUT UGയിലുള്ള കോംബോ പാക്സ്, ജനറൽ ടെസ്റ്റ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, അതിൽ എത്രയാണ് വരുന്നത്, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതുപോലെ മറ്റ് CUT UGയിലുള്ള ജനറൽ ടെസ്റ്റ്, കൊമേഴ്സ്, ജനറൽ ടെസ്റ്റ്, സയൻസ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ, അല്ലാത്ത പ്രീമിയം കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാം. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ MA പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതിൽ 164 ലെസൺസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എൻറോൾ ഫോർ ഫ്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 164 ലെസൺസ് ഉണ്ട്. അതിൽ ഫൗണ്ടേഷൻ കോഴ്സ്, നോ ദ സിലബസ്, എക്സാമിനേഷൻ പാറ്റേൺ, അതുപോലെ തന്നെ ഇതിൽ അതുമായി ബന്ധപ്പെട്ട ലെക്ചേഴ്സ്, അതിൽ എത്ര ലെസൺസ് ഉണ്ട്, ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. എൻറോൾ ഫോർ ഫ്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അതിൻ്റെ ലെസൺസ്, അതുമായി ബന്ധപ്പെട്ട വീഡിയോസ്, അതുമായി ബന്ധപ്പെട്ട ലെക്ചേഴ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ വളരെ കൃത്യമായി ഇപ്പം UGC നെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കാണാം. CUT PG എന്ന് പറഞ്ഞ കാറ്റഗറി മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ PG പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് MBA EC25 എന്ന് പറയുന്നത് CUT പാർട്ട് A ആണ്. MCOM, MA പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, അതുപോലെ തന്നെ MSW, MA ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ UGയിൽ നേരത്തെ സൂചിപ്പിച്ചു ഓരോ കോഴ്സിൻ്റെ ഇതുണ്ട്. ടിസ് സെപ്പറേറ്റ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ട്. ടിസ് വേറെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ ആയിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ CUT PGയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ പോലും ടിസിന് സെപ്പറേറ്റ് ഫോക്കസ് ചെയ്യേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ സപ്പോർട്ടും സംവിധാനങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമായി നിങ്ങൾക്ക്, അതല്ലാതെ മറ്റൊരു ഫീച്ചറാണ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി. അത് നിങ്ങൾക്ക് ഓരോരോ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിറ്റീസിലേക്ക് ജോയിൻ ചെയ്യാം. ടിസ്നെറ്റ്, UGൻ്റെ കമ്മ്യൂണിറ്റി, സൈക്കോളജി കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഓരോരോ സബ്ജക്റ്റിനും ഓരോരോ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റീസിൽ വ്യത്യസ്ത വിഷയങ്ങൾ, അപ്ലോഡിങ് ഡാറ്റകളൊക്കെ ഉണ്ടാവും. അതുപോലെ ന്യൂസ് ഫീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ന്യൂസ് ഫീഡിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ, ആർട്ടിക്കിൾസ്, സംഗതികളൊക്കെ കാണാം. ഇപ്പോൾ ടിസ്നെറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തതാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, അതുമായി ബന്ധപ്പെട്ട സംഗതികൾ, അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾസ്, സംഗതികൾ നിങ്ങൾക്ക് കാണാം ന്യൂസ് ഫീഡിൽ. അതുപോലെ തന്നെ മറ്റ് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാം. ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തായിട്ട് കാണാം. ഇങ്ങനെ നിങ്ങളുടെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു ലേണിംഗ് ആപ്ലിക്കേഷനാണ് PEPP ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഈസിലി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും എൻറോൾ ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്വഭാവത്തിലാണ് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ലാപ്ടോപ്പോ നിങ്ങളുടെ കമ്പ്യൂട്ടർ വഴിയോ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനും കാണാനും മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും ഒക്കെ ആക്സസ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.